ഇനി മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ മുസ്ലിം മത പണ്ഡിത സംഘടനയായ സമസ്ത ഉന്നതാധികാര സമിതിയായ മുഷാവറയിൽ പോര് തുടരുന്നു. മുഷാവറ യോഗ വിവരം താൻ ചോർത്തി നൽകിയെന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ ആരോപണം ഗീബൽസിയൻ നയത്തിന്റെ ഭാഗമാണെന്നാണ് ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു വെക്കുന്നത്. മുഷാവറ യോഗത്തിൽ ഉമർ ഫൈസി കള്ളന്മാർ എന്ന ബഹുവചനം തന്നെ ഉപയോഗിച്ചിരുന്നു. ഉമർ ഫൈസിയോട് ജിഫ്രി തങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞിട്ടും മാറിയില്ലെന്നും നദ്വി പറഞ്ഞു വെക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ റിയാസ് കെ മാർ നൽകും. റിയാസെ, ഈ സമസ്തയ്ക്കുള്ളിൽ തന്നെയുള്ള ഈ പോര് വീണ്ടും വീണ്ടും ഓരോ ദിവസം ചെല്ലുന്തോറും മുറുകുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു പ്രസ്താവനയോടെയൊക്കെ മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം ഉമർ ഫൈസി മുക്കം ചില വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഈ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് നദ്വിയാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനിപ്പോൾ മറുപടി നൽകുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും ഭദ്ര, അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയ്ക്ക് അകത്ത് രണ്ട് മുഷാവറ അംഗങ്ങൾ, മുഷാവറ എന്ന് പറയുന്നത് സമസ്തയുടെ ഉന്നതാധികാര സമിതിയാണ്. ആ ഉന്നതാധികാര സമിതിയിലെ രണ്ട് പ്രധാനപ്പെട്ട അംഗങ്ങൾ തമ്മിൽ പരസ്യമായ ഒരു ചേരിപ്പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം സമസ്തയിലെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട്, സമസ്ത മുഷാവറ യോഗത്തിലുണ്ടായ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾപ്പെടെ വാർത്ത നൽകിയപ്പോൾ സമസ്ത അത് നിഷേധിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. എന്നാൽ പിന്നീട് മാധ്യമങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ മുഷാവറ അംഗമായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ബഹാവുദ്ദീൻ നദ്വി അദ്ദേഹം സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് ഈ ഉമർ ഫൈസി മുക്കം കള്ളന്മാർ എന്ന പ്രയോഗം നടത്തിയത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേന്നാണ് സമസ്ത ഇറക്കിയ വാർത്താക്കുറിപ്പിനെ എല്ലാം തന്നെ തള്ളിക്കൊണ്ട് ഉമർ ഫൈസിയും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിച്ചുകൊണ്ട് ഉമർ ഫൈസി തന്നെ വീഡിയോ ഇറക്കുന്നു. താൻ കള്ളന്മാർ എന്നുദ്ദേശിച്ചത് തനിക്കെതിരെ തെറ്റായ, അതായത് തനിക്കെതിരെ ഹർജി നൽകിയ ആളുകളെയാണ്, പരാതി കൊടുത്ത ആളുകളെയാണ് എന്ന് അദ്ദേഹം പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ കൂടി ഗണ്ണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു മുഷാവറാംഗമായിട്ടുള്ള മുഹമ്മദ് ബഹാവുദ്ദീൻ നദ്വി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോൾ ഒരു കുറിപ്പിട്ടിരിക്കുന്നത്. അതായത് താനാണ് മാധ്യമങ്ങൾക്ക് ഈ വിവരം ചോർത്തി നൽകിയത് എന്ന് പറയുന്നത് ഗീബൽസിയൻ നയത്തിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഉമർ ഫൈസിയെ മാറ്റി നിർത്തി പ്രമാദ വിഷയം, അതായത് ഈ പ്രമാദ വിഷയം എന്ന് പറയുന്നത് ഒക്ടോബർ 27 മലപ്പുറം എടവണ്ണപ്പാറയിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഖാദി പദവിയെ വിമർശിച്ചുകൊണ്ട് ഉമർ ഫൈസി മുക്കം നടത്തിയ പ്രസംഗമാണ് ഒരു വിഷയം. മറ്റ് വിഷയങ്ങളെല്ലാം തന്നെ നിരന്തരം ലീഗിനെതിരെ ഉൾപ്പെടെ പരസ്യമായി ഉമർ ഫൈസി മുക്കം നടത്തുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ആയിരുന്നു ചർച്ചയായി വരുന്നത്. അത് ചർച്ച ചെയ്യണമെന്ന് താൻ ആവശ്യപ്പെട്ടു എന്നാണ് ഉള്ളത്. അതിന്റെ പേരിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളതാണ് ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നത്. അത് കല്ലുവെച്ച നുണയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നദ്വി വ്യക്തമാക്കുന്നുണ്ട്. കള്ളന്മാർ എന്ന ബഹുവചനം തന്നെയാണ്, അതായത് തനിക്കെതിരെ പരാതി നൽകിയ ആളുകളെയല്ല, പരാതി പറഞ്ഞ ആളുകളെയല്ല ഉമർ ഫൈസി വിമർശിച്ചത്, ബഹുവചനമായി തന്നെയാണ് ഇത് അദ്ദേഹം ഈ മുഷാവറ യോഗത്തിൽ പ്രയോഗിച്ചത്. അത് മറ്റ് മുഷാവറ അംഗങ്ങളോട് ചോദിച്ചാൽ അറിയാം. അതുകൊണ്ടാണ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയത് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം താൻ ഈ എന്തുകൊണ്ട് തങ്ങൾ പറഞ്ഞിട്ടും മാറി നിൽക്കുന്നില്ല എന്ന് താൻ ചോദിച്ചത് യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള തങ്ങളെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഹർജി നൽകിയവരെല്ലാം കള്ളന്മാരാണെങ്കിൽ ഈ ഉമർ ഫൈസിക്ക് അനുകൂലമായി ഹർജി നൽകിയവരും കള്ളന്മാരാണ് എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ബഹാവുദ്ദീൻ നദ്വി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏറെ വിവാദമായ എടവണ്ണപ്പാറ പ്രസംഗം. അത് ഉമർ ഫൈസി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, മുസ്ലിം ലീഗ് അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്ന് പറയുന്നു. പക്ഷേ ഉമർ ഫൈസിയുടെ ആ പ്രസംഗത്തിൽ തന്നെ പാണക്കാട് ഖാദി ഫൗണ്ടേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പാണക്കാട് ഖാദി ഫൗണ്ടേഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിന് നേതൃത്വം നൽകുന്നയാൾ എന്ന് പറഞ്ഞത് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളെ അല്ലെങ്കിൽ പിന്നെ ആരെ കുറിച്ചാണ് എന്ന് ഉമർ ഫൈസി വ്യക്തമാക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തന്നോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാം താൻ തുറന്നു പറഞ്ഞത് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ
ഒരു സത്യവിശ്വാസി, അതായത് ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ച് പറഞ്ഞത് കളവിനോട് സത്യവിശ്വാസി രാജിയാകരുത് എന്നുള്ളതാണ് ഈ വിശുദ്ധ ഖുർആനും നബി തിരുമേനിയും ഒക്കെ പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ആ നബി തിരുമേനിയുടെ ആ ഒരു ചര്യ പിൻപറ്റുക മാത്രമാണ് താൻ ചെയ്തത്. ഒപ്പം വിശുദ്ധ ഖുർആനിലെ ഒരു വരി അദ്ദേഹം ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗദർശനം അനുസരിച്ച് മനുഷ്യർക്കിടയിൽ വിധി കൽപ്പിക്കാനാണ് സത്യസമേതം താങ്കൾക്ക് നാം ഈ ഖുർആൻ അവതരിച്ചു തന്നിരിക്കുന്നത്. വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത് താങ്കൾ എന്ന് അദ്ദേഹം വിശുദ്ധ ഖുർആൻ വചനം ഇവിടെ സൂചിപ്പിക്കുമ്പോൾ അതിലൂടെ ബഹാവുദ്ദീൻ നദ്വി ഉദ്ദേശിക്കുന്നത് എതിർ വിഭാഗം വഞ്ചകന്മാരാണ് എന്നുള്ളത് തന്നെയാണ്. സമസ്തയുടെ തനിമയും പാരമ്പര്യവും വളരെ പവിത്രമായി എക്കാലത്തും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. മുൻഗാമികൾ കാണിച്ചതെന്ന പാതയിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബഹാവുദ്ദീൻ നദ്വി ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിർത്തുന്നത്, ആ കുറിപ്പ് നിർത്തുന്നത്. ആ കുറിപ്പ് ഇത്തരത്തിൽ അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുമ്പോൾ സമസ്തയിലെ പൊട്ടിത്തെറിക്കപ്പുറമുള്ള തർക്കങ്ങൾ അത് കൂടുതൽ രൂക്ഷമാവുകയാണ്. ഭദ്ര, തീർച്ചയായും റിയാസ്, എന്തായാലും ഈ സമസ്തയ്ക്കകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉമർ ഫൈസി മുക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എങ്കിൽ പോലും ഇപ്പോഴിതാ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളൊക്കെ രംഗത്ത് വരുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ലീഗിന്റെ പ്രതികരണം ഇനി എന്തായിരിക്കും, ലീഗ് ഏത് തരത്തിൽ ഇടപെടലുകൾ നടത്തും? ഒരുപക്ഷെ ഈ പരസ്യ പ്രതികരണങ്ങളിലൊന്നും തന്നെ ലീഗ് നേരിട്ടൊരു ഇടപെടൽ വേണ്ട എന്നുള്ളൊരു പ്രതികരണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയായിരിക്കും ഇതിൽ ഒരു മാധ്യസ്ഥം വഹിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. റിയാസ് KMR ആണ് കോഴിക്കോട് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക്